dear viewers. Welcome to the third day of our Kashmir trip. അപ്പോൾ നമ്മൾ ഇന്ന് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം സെക്കൻഡ് ഡേ നമ്മൾ പോയത് എവിടെയായിരുന്നു? ഗുൽമാർഗ് അല്ലേ? അപ്പം അത് നമ്മൾ പല എപ്പിസോഡുകളായിട്ട് കണ്ടു. ഇന്ന് പെഹൽഗാമാണ് പോകുന്നത്. ശ്രീനഗറിൽ നിന്ന് 90 to 95 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. ഗുൽമാർഗിലെ പോലെ തന്നെ നല്ല മഞ്ഞ് നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മഞ്ഞ് മൂടി നമുക്കൊരു എൻവയോൺമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ വന്നത്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്, ഒത്തിരി പൂക്കളും നല്ലൊരു എൻവയോൺമെൻറ്റ്. അപ്പം മഞ്ഞ് വലുതായിട്ട് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും ലോ ടെമ്പറേച്ചറിൽ ഹെൽത്തിന് പ്രോബ്ലം വരും അങ്ങനെയുള്ള ആൾക്കാർ കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ആ മാസങ്ങളിൽ വരിക. ഓക്കെ, അപ്പം വേറൊരു എൻവയോൺമെൻറ്റാണ്. അപ്പം അത് നമുക്ക് എൻജോയ് ചെയ്യാം. ഞങ്ങൾ അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു വ്ളോഗിൽ നമുക്ക് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റുമായി ഞങ്ങൾ വരും. ഇതിപ്പോൾ നിങ്ങൾ ഈ മഞ്ഞ് അത് നമുക്ക് ആസ്വദിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ എപ്പിസോഡുകളും കാണണം. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് വന്ന് ഇത് എൻജോയ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. കാര്യം അത്രമാത്രം ഒരു വല്ലാത്തൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ മഞ്ഞിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാത്ത ആളുകൾക്കും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യണം. എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളത് എങ്ങനെ എൻജോയ് ചെയ്തു, അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ളത് പറയണം. അപ്പം ഞങ്ങളിങ്ങനെ നല്ല റോഡാണ് ഈ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. വാസിം രാവിലെ തന്നെ വന്നു. വാസിം 9 o'clock വന്നു. കാണുന്ന റെയിൽവേ ട്രാക്കാണ്. പിന്നെ കണ്ടോ മരങ്ങളെല്ലാം ഇലയൊക്കെ കുറച്ച് വെറും കമ്പുകളായിട്ട് കാണാം. പക്ഷേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതെല്ലാം ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ നല്ല ഭംഗിയാണ് എന്നാണ് വാസിം പറയുന്നത്. ഇന്നലെയൊക്കെ കണ്ടതിനേക്കാളും റോഡ് നല്ല ക്ലിയർ റോഡാണ്. ഇന്നലെയൊക്കെ പോകുന്ന വഴിക്ക് കുറച്ച് പൊല്യൂട്ടഡായിട്ട് തോന്നിയായിരുന്നു. കുറച്ച് പൊല്യൂട്ടഡായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല ക്ലിയർ വെള്ളം, സ്ഥലമൊക്കെ നല്ല നീറ്റാണ്. വാസിമിന്റെ ഡ്രൈവിംഗ് വളരെ അടിപൊളി ഡ്രൈവിംഗ്, വളരെ സേഫ് ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നത്. വണ്ടി ടവേരയാണേ, അത് ഞാൻ പറഞ്ഞോ ആദ്യത്തെ എപ്പിസോഡിൽ കാണിച്ചു തോന്നുന്നു അല്ലേ? ടവേരയാ. ഇതെല്ലാം റോയൽ സ്കൈ ശ്രീനഗറിലുള്ള ഒരു ലോക്കൽ ട്രാവൽ ഏജൻസിയുമായി കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. ഇതുവരെയും യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് താമസിക്കുന്നതിനാണെങ്കിലും ഫുഡിനാണെങ്കിലും. ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററി ആണ്. ഉച്ചയ്ക്ക് പിന്നെ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നല്ല ഗൊണ്ടോള കണ്ടില്ലേ? നിലത്തെ ഗൊണ്ടോള, അവിടുത്തെ ഫുഡൊക്കെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ കണ്ടിട്ടില്ല എങ്കിൽ ഇതിന് തൊട്ട് മുന്നുള്ള എപ്പിസോഡ് കാണണം കേട്ടോ. എല്ലാ എപ്പിസോഡും കാണണം, എന്നാലേ ആ കാശ്മീരിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബ്ലോഗ് ഉണ്ടായിരുന്നു നിങ്ങൾ തൊമ്മൻകുത്ത് കാണണേ. കണ്ടവർക്ക് അറിയാം. ഞാനതിൽ ഗിംബിളിൻ്റെ, ഞാൻ അതിൽ ജിംബൽ എന്നാണ് പറഞ്ഞത്. ശരിക്കും പ്രൊനൗൺസിയേഷൻ ഗിംബൽ അല്ലേ? ഗിംബലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പാലയിലൊക്കെ കറങ്ങി ഗിംബൽ മേടിക്കാൻ, പക്ഷെ കിട്ടിയില്ല. പിന്നെ അങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തി ഗിംബൽ. അതായത് കേസറില്ലേ? കേസർ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ, അതിൻ്റെ കൃഷിസ്ഥലമാണ് ഇത്. എല്ലായിടത്തും മിലിറ്ററി ആട്ടോ, ആർമി ആൾക്കാർ നിൽക്കുകയാണ് എല്ലായിടത്തും.
ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായും കൃഷിസ്ഥലങ്ങളാണ്. കുറച്ചധികം വെയിലടിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ കണ്ടതുപോലെ അത്രയ്ക്ക് മഞ്ഞ് മൂടി കിടക്കുന്നില്ല. എന്നാലും ഉണ്ട് കേട്ടോ, മഞ്ഞ് കിടപ്പുണ്ട്. എന്നാലും ഇന്നലത്തെ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല. മാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഇത് മൊത്തം കുങ്കുമപ്പാടാണ്. സാഫ്രോൺ ആണ് കേട്ടോ. കേസർ കുങ്കുമപ്പൂവ്, കുങ്കുമപ്പൂക്കളുടെ കൃഷിസ്ഥലം കണ്ടോ. മിലിറ്ററി പീപ്പിൾ ഉണ്ടോ, ആർമി. अगर आप ऑर्डर भी करोगे ना तो इनमें अगर आप घर में करोगे അതുപോലെ തന്നെ നമ്മൾ പോണ വഴിക്കാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്ന മാർക്കറ്റൊക്കെ പോകുന്ന വഴിക്കാണ് കാണിച്ചാൽ അതൊക്കെ. അപ്പോൾ അത് വാസിം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് പോയി, നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ കറക്റ്റ് അഡ്രസ്സിൽ അയച്ചു തരും എന്നാണ് പറയുന്നത്. കൊറിയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കതൊക്കെ ഇന്നത്തെ യാത്രയിലാണ് കാണേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോവാണ്. കേസർ ഷോപ്പിലേക്ക് പോവാണ്. എവർഗ്രീൻ കേസർ. ഷോപ്പിനകത്ത് കയറി ഇവിടെ കേസർ മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സും കിട്ടും. നല്ല തിരക്ക് രാവിലെ തന്നെ. इसकी पहचान जो होती है तो इसकी महक से, इस कंटेनर में सैफरन होता है, उसका जब हम लीड खोलते हैं उसका एरोमा जो होता है स्प्रेड होता है। दूसरी बात क्या होती है सैफरन की, जब आप सैफरन का रेशा देखेंगे आप उसमें नोटिस करेंगे ये कभी एक समान नहीं होगा। उसमें क्या होगा ये आप देख लीजिए, ये आगे मोटा होता है पीछे पतला होता है। और एक बात आप इसमें नोटिस करेंगे जो इसका बेस एंड होता है वो हल्का येलोइश कलर का होता है। वो ऐसा क्यों होता है, जब हम फ्लावर निकाल देते हैं इसका फ्लावर इस फॉर्म का होता है, जो कहने वाला पोर्शन इसका होता है ये हल्का येलोइश कलर का होता है। फिर जब हम उसको सॉर्ट आउट कर देते हैं उसका वो येलो वाला पोर्शन हम अलग कर देते हैं, लेकिन हल्का सा वो इसके साथ अटैच रहता है जो ऑरिजिनलिटी की पहचान बन जाती है। दूसरी बात, अगर केसर ना आप किसी चीज़ में डालेंगे, आप चाहे इसको दूध में डालेंगे या पानी में डालेंगे, आप नोटिस करेंगे उस चीज़ का कलर जो है वो चेंज हो जाएगा येलोइश में। लेकिन उसके बाद आप देखेंगे केसर का कलर, केसर लाल ही रहना चाहिए। अगर कलर देने के साथ साथ केसर ने अपना कलर फेड किया तब वो ठीक केसर नहीं है। और दूसरी बात, जब आप केसर किसी चीज़ में डालोगे इसका कलर जो है वो धीरे धीरे कलर आएगा। अगर आपने डाला और डालते अब्रप्टली सारा करा होगा तब ये ठीक केसर नहीं है। और एक बात आप इसमें नोटिस करेंगे, इसमें केसर में जो होता है ये हल्की सी कड़वाहट होती है, वो होती है इसमें नेचुरल प्रोसेसिंग की वजह से। अब इसको च्यू कर लीजिए, इसको थोड़ा बाइट कर लीजिए आगे के दांत से, हल्का सा कड़वापन लगेगा, ये इसकी ओरिजिनलिटी की पहचान है। वो लेने का तरीका क्या है सर, एक्चुअली लोग क्या करते हैं वो दूध बॉईल कर लेते हैं लास्ट में डाल देते हैं, वो उसका सही तरीका नहीं लेने का, उससे खाली उसका वो फ्लेवर आ जाता है। एक्चुअली जो इसमें बेनिफिट्स होते हैं मेनली जो इसमें होता है क्रोसिन, विटामिन B12, उसका जो एक्सट्रैक्शन पीरियड है वो मिनिमम 1 आवर है। तभी जब आप किसी चीज़ में केसर ऐड करें, आप इसको आइसक्रीम में ऐड कर सकते हो, क्रीम्स में ऐड कर सकते हो, आप इसको मतलब कोई भी आप मतलब डिश बनाएंगे घर में उसको मतलब वो डेकोरेटिव एंड वो फेवरेबल बनाने के लिए आप केसर ऐड कर सकते हो। बट प्रोसीजर क्या है, आप सपोज खीर बना लेते हो, खीर का आप लेते हो सपोज 1 लीटर दूध आप लेते हो, उसमें से आप 150 ml पहले अलग कर देंगे, उसमें आप डालेंगे 5-10 रेशे केसर के, फिर उसको आप अलग रखेंगे, फिर आपका प्रोसेस चलेगा खीर बनाने का, तब तक आप उसको साइड में रखें, फिर लास्ट में वो दूध आप उसके साथ ऐड करेंगे। ठीक है, तो वो बेनिफिट है केसर के काफ़ी सारे हैं। सबसे मेन जो इसका है ये इम्यूनिटी के लिए काफ़ी अच्छा है, इससे इम्यूनिटी बूस्टअप हो जाती है। तभी मैं आपको बोलूँगा जब कोरोना सिस्टम चल रहा था उस टाइम यहाँ पे हम केसर का कहवा लेते थे रूटीन में, तभी आपने देखा होगा कि यहाँ पे कश्मीर में सबसे कम डेथ्स हो गई थी लोगों को,
क्योंकि हमारे पास इसका ये है। और हम यहाँ पे इसमें मतलब मैं कहवा जो लेते थे केसर का कहवा, मैं आपको बताता हूँ कि इसमें क्या क्या होता है। तो ये मेन, और इसमें कुछ ऐसी प्रॉपर्टीज होती है जो एंटी कैंसर ड्रग्स बनाने के इस्तेमाल होते हैं, या इसको आप किंग ऑफ स्पाइस भी बोलते हैं। किसी भी मतलब डिश को मोर टेस्टी, मोर मतलब अट्रैक्टिव बनाने के लिए आप केसर ऐड कर सकते हो, या इसका रिलीजियस प्रिंसिपल भी होता है जो टीका आप बताते हैं उसमें इसका ये योगदान काफ़ी ज़्यादा होता है। बाकी इसके या लेडीज़ में अगर कंसीविंग लेडी राट नहीं किसी शादी रखी किसी राट नहीं, अगर कोई कंसीविंग लेडी होती है जो बच्चा होता है वो इसको फेयर करता है, वो मतलब उसका दिमाग जो होता है वो काफ़ी अच्छा होता है। तो दूसरी बात क्या होती है, जब लेबर पेन होती है वो काफ़ी कम होती है, या लेडीज़ के लिए खास कर जो कम्स के लिए ये सब जो काफ़ी सारे आपका नाम क्या है भाई? इजाज़त। इजाज़। थैंक मेरे शॉप का नाम है एवरेज। अब इसको अपलोड कर लीजिएगा यूट्यूब पे। അപ്പോൾ ഇജാസ് അഹമ്മദ് ഭായി പറഞ്ഞിരിക്കുന്നത് കേസറിൻ്റെ മെഡിസിനൽ ഇഫക്റ്റ് അതും. അപ്പോൾ ഇതെത്ര? 1 ഗ്രാം. 1 ഗ്രാം 250 റുപ്പീസ്. ഇത് 1 ഗ്രാമാണ്. 1 ഗ്രാം 250 റുപ്പീസ്. അതുപോലെ ഇത് ഈ വെള്ളം ഒന്നും നനയാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്നാൽ ഏകദേശം 12 വർഷം വരെ കേസറിയിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സ്, यूरिनरी ट्रैक्ट इन्फेक्शन किसी को होता है या पस सेल्स आ जाते हैं यूरिन में, उसके लिए काफी अच्छा है। ക്രാൻബെറി. അത് ഡ്രൈ ഫ്രൂട്ട് ക്രാൻബെറി എന്ന് പറയും. ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടി ഇതിനും ഉണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ വരാതെയൊക്കെ ഇരിക്കാൻ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ക്രാൻബെറി. Walnut contains omega-3, omega-6. It reduces cholesterol. It's good for heart. കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ വളരെ നല്ല ഒന്നാണ് വാൾനട്ട്. എല്ലാം വളരെ പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ബദാമും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ടേസ്റ്റ് നോക്കാനായിട്ട് തരുന്നുണ്ട്. But the thing why they call it mamra, I will show you. So, if I take a little pinch from this, if I take this much of, if I just pinch on it, you can see. It contains lot of oil, and that oil is good for memory. That's why you call it mamra. Otherwise, you are taking almonds from American or California, so they are dry. That's why you soak them. इसको सोक करने की जरूरत नहीं, इसको आप डायरेक्टली खा सकते हो और ये काफी मीठा भी रहता है। किलो कितना होगा? ये 1400 रुपीस 1 किलो. 1 കിലോ ബദാം 1400 റുപ്പീസ്. പ്യുവർ ആയിട്ടുള്ള ബദാമാണ്. അത് അദ്ദേഹം കാണിച്ചു തന്നത്. ഒന്ന് ഒടിച്ച് നോക്കുമ്പോഴത്തേക്കും എണ്ണ ഉണ്ടോ? എണ്ണ. അപ്പം ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആൽമണ്ട് നല്ല ഡ്രൈ ആണ്. ഇങ്ങനെ സോക്ക് ചെയ്താലേ, വെള്ളത്തിലിട്ട് കുതിർത്താലേ അതൊക്കെ കഴിക്കാൻ ന്യൂട്രീഷണൽ വാല്യൂ വരുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കണ്ടോ, അതിനകത്ത് എണ്ണ വന്നുണ്ടോ? Cranberry 1200. ഞങ്ങൾ കുറച്ച് ബദാമും ക്രാൻബെറിയും അതുപോലെ കുറച്ച് കേസറും വാങ്ങിക്കുകയാണേ. ക്രാൻബെറി, ഇത് ചെറിയാണ്. ക്രാൻബെറി അല്ല, ഇത് ചെറിയാണ്. ക്രാൻബെറി, ഇത് ചെറി. നമ്മൾ നേരത്തെ കഴിച്ചത് ക്രാൻബെറി. ഇതാണ് ക്രാൻബെറി. This is blackberry. I will show you everything. Blackberry. This is blackberry. That's blackberry. This one is Blackberry is basically if anyone is having less hemoglobin or iron deficiency, it is good for that. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ബ്ലാക്ക്ബെറി വളരെ നല്ലതാണെന്ന് പറയുന്നു. I will make you taste. അദ്ദേഹം എല്ലാം ടേസ്റ്റ് നോക്കാൻ നമുക്ക് തരുന്നുണ്ട്.
is black. You can take it directly or you can put in cakes or ice creams as well. walnut कितना है? Walnut two varieties. This variety is 1,200 and the variety is Snow White, that's 1,400. जो 250 grams. 250 this one. ഓഫീസിൽ കൊണ്ടുവരുന്ന വാങ്ങി കൊടുക്കില്ല. അയ്യോ വേണം, കൊളസ്ട്രോളിന് നല്ലതാണ് വാൾനട്ട്. ഇതിപ്പോൾ എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ ഇതൊക്കെ നല്ല പ്യുവർ സാധനം ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഡ്രൈ ചെയ്ത് എടുക്കുന്ന കോസ്റ്റ്ലിയാണ്. അപ്പം നമുക്കെല്ലാം അങ്ങോട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ വാങ്ങാം എന്നുള്ളൊരു തീരുമാനമാണ്. ഇതാണ് കേസറിൻ്റെ പൂക്കള്, സാഫ്രൺ അതിൻ്റെ പൂക്കളാണ്. ഏപ്രിലിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നിറച്ചും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മേടിച്ചൊക്കെ അദ്ദേഹം പാക്ക് ചെയ്ത് തരികയാണ്. Blackberry? No blackberry. Cherry? Cherry? Roasted and salted. ഇതാ Roasted and salted. किलो कितना है? 1,400. Okay. ഇത് പിസ്താഷ്യൂ ഡ്രൈഡ് ആൻഡ് സോൾട്ടഡ് ആണ്. പിസ്ത, അഫ്ഗാൻ പിസ്ത. കാശ്മീരി കവ നമ്മൾ ഏത് മാർക്കറ്റിൽ പോയാലും ഇവിടെ ഇത് തരും കേട്ടോ. ഭയങ്കര എന്താ പറയുക, ആതിഥ്യമര്യാദയാണ് ഇവർക്ക്. നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് അല്ല, പിന്നെ ഇവിടെ ഗസ്റ്റാണ്. അപ്പോൾ അത് കാരണം കളത്തിലൊന്നും നമ്മളോട് കാണിക്കാൻ പാടില്ല. പിന്നെ അവരുടെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് കാശ്മീരി കവ. അതുകൊണ്ട് അതിനകത്ത് ബദാം എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പൊടിച്ചിട്ട്, നാരങ്ങ നീരൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. പ്യുവർ ഹണി കഴിച്ചു കേട്ടോ. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്, ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റാണ് ഇത്. അതൊരു കേസർ ഫെയർനെസ് ക്രീമൊക്കെ മേടിച്ചു. ഇതുണ്ടോ, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ്. ഇവിടെയാണ് ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ അവിടെ പറയില്ലേ കുടിൽ വ്യവസായം, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരങ്ങളല്ലേ ഇത്? വില്ലോ ട്രീ ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അതിവിടെ നിറച്ചുണ്ട്. ജ്യൂസ് സമ്മർ സീസണിൽ വരുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അപ്പോഴാണ് ശരിക്കും ഇത് ആപ്പിൾ പിടിക്കുന്നതിൽ. ഇവിടെ നിന്ന് ആപ്പിൾ ജ്യൂസൊക്കെ കഴിക്കാം. ഒരുപാട് ആൾക്കാർ ഈ ആപ്പിൾ ഗാർഡൻ കാണാനായിട്ട് വരും. ഫ്രഷായിട്ട് ആപ്പിൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പം ആപ്പിൾ മരങ്ങളിൽ ഒരു ഇല പോലും ഇല്ല. ആപ്പിൾ കാണണമെങ്കിൽ നമുക്ക് മഞ്ഞ് മൂടിക്കിടക്കണ കാണാൻ പറ്റില്ല. മഞ്ഞ് മൂടിക്കിടക്കുന്ന കാണണമെങ്കിൽ നമുക്ക് ആപ്പിൾ കാണാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അതിൻ്റെ പേര് ലങ്കൻബർ, നദിയുടെ പേര് ലിഡർ. നല്ല ഭംഗിയുണ്ട്. ഇത് പെഹൽഗാമിന്ന് വരുന്ന റിവറാണ്, അവിടെ നിന്ന് വരുന്ന റിവറാണ്. അവിടെ മഞ്ഞ് കിടപ്പുണ്ട്. റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ്. ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ? അപ്പോൾ ദേ ലിഡർ റിവർ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. പെഹൽഗാമിന് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ റിവറിലേക്ക് നമുക്ക് ഇറങ്ങി ആ കല്ലിലൊക്കെ കയറി നിൽക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങാം കേട്ടോ.
നമ്മളെത്തി. അപ്പൊ വ്യൂ പോയിന്റിൽ പോകാനായിട്ട് ഇവിടുന്ന് കുതിരയാണ് കേട്ടോ. കുതിര കുതിര നമുക്ക് മേടിക്കാം. അപ്പൊ കുതിര ഉണ്ടോ, ആൾക്കാർ കുതിരയെ പോകുന്നുണ്ടോ? അതുപോലെ കുതിര പുറത്ത് കയറി ഇരുന്ന് പോണം. കുതിര കണ്ടോ, കുതിരകൾ കൊണ്ടുപോകുന്നുണ്ടോ? अच्छा भाई बोलिए. 1 नंबर 2 3 4 और 5 नंबर 6 नंबर बांध पहले बात समझ 4 नंबर पे 3 नंबर पे आता वाटरफॉल, इसमें भी पानी का लेवल बहुत कम है, समझो ये भी बांध ही है. अभी आप 1 नंबर 2 नंबर 4 नंबर और 5 नंबर चल सकते हैं. कश्मीर वैली, डबियन, बाईसरा, मिनी स्विट्जरलैंड, कनिमरग और पहलगाम वैली, ये 6 स्पॉट अभी आप देख सकते हैं. लेकिन 6 स्पॉट में कश्मीर वैली और डबियन आपको अंदर ही मिलेगा, ये रास्ते में ही है. ചാടാ പിടിക്കേ പിടിക്കേ മോളി പിടിക്കേ. കാലോ आप देख लो सर, ठीक है सर, दोनों साइड आप सीन एंजॉय. Liep beside us, because you know what? थोड़ा हाथ हटाओ. नहीं जाएगा. ये आपको एंजॉय करवाता है. ബാദൽ എന്റെ അച്ഛനെ ചേർത്ത് കാണുന്നുണ്ടല്ലേ? എന്നൊന്ന് കാണിക്കാനും പറയട്ടെ. तीन घोड़े है अला എന്റെ ടൈഗർ ചേത്ത് ദേവന്റെ ബാദൽ. അപ്പൊ ഞങ്ങള് ആദ്യത്തെ ഇതല്ല എടുത്തത്. 8,000 എല്ലാ വ്യൂ അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. എല്ലാ വ്യൂ അവര് കാണിച്ചു തരും. കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മള് അതെല്ലാം കാണുകയാണേ. 2-3 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും കൊണ്ടുവരാം. ആദ്യം പേടിച്ചെങ്കിലും സൂപ്പർ. ഒരു നല്ല ട്രെയിൻഡ് ആണ് കുതിരകള്. नाम सुना है हमारा यात्रा का? अमरनाथ यात्रा यही पूरा जाते हैं. हम भी लोग जाते हैं अमरनाथ यात्रा. रहता है वो उधर गाड़ी से जाना पड़ता है. वो लोकल पॉइंट, ये राइडिंग पॉइंट, क्या हर पॉइंट वो गाड़ी का. ये क्या खाता है? ये खाता है मक्का. മക്ക मक्की. हाँ, जिसका वो आटा बनता है ना, वो खाता है. डरो मत आप. നമ്മൾ ഇതിനെ പോയിട്ടുണ്ടെന്നോ? हाँ ठीक है करता रहेगा वो. एंजॉय करो आप, एंजॉय. നമ്മൾ ഇതിനെ പോയിട്ടുണ്ടെന്നോ? वो एकदम इंसान की तरह है. वो बोलो वो करेगा. वो समझदार बहुत होता है. आगे आप नजदीक में देखो, दूर देखो, इधर इधर सीन देखो. हाँ, तब डर नहीं लगेगा. जितना आप नजदीक देखेगा उतना डर लगता है. आप उठाओ वीडियो.
फिर घर जाके याद करो। हाँ? हाँ, अभी पूरा बर्फ के साथ पूरा भरा हुआ है। जब बर्फ खत्म होता है फिर पूरा क्लीन होता കുതിര സ്ലിപ്പർ ചെയ്തിട്ട കുതിര है। वो थोड़ा थोड़ा स्लिपिंग होगा, डरना नहीं, वो गिरता नहीं, वो बर्फ है ना नीचे। അപ്പൊ ഇത് കന്നിമാരക് എന്ന് പറയുന്ന പോയിന്റ് ആണ്. कानी मार्क पॉइंट, കാനിമാരക് പോയിന്റ്. 5 पॉइंट की यादगारी, ആ 5 पांडव। ആ 5 പാണ്ഡവന്മാരുടെ ഓർമ്മയായിട്ട് പാണ്ഡവന്മാർ. അപ്പൊ ഇവിടെ നമ്മൾ കുതിരപ്പുറത്ത് ഇങ്ങനെ വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്ര നടത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ മലയൊക്കെ കുതിര അനായാസം ചാടി കയറി വന്നു. നമ്മുടെ കുതിരക്കാരനാണ് അദ്ദേഹം തന്നെ നമുക്ക് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. പോസ് ചെയ്യിച്ച് आजा सर इधर अकेले सिंह। പല ആംഗിളിലാണ് ഫോട്ടോ എടുത്ത് തരുന്നത് അദ്ദേഹം. ഇവിടെ കബൂത്തർ കെ സാത്ത് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും നമ്മൾ കാശ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ 3rd പോയിന്റ് ആണ്, വ്യൂ പോയിന്റ് വാട്ടർഫാൾ. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറവാണ്, എല്ലാം മഞ്ഞായി കിടക്കുക കേട്ടോ. സമ്മർ സീസണിൽ നിറച്ചും വെള്ളം ഉണ്ടാവും. ഇത് നല്ല ഉയരത്തിലാണ് ഈ സ്ഥലം. വല്ലാത്ത ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ് ഈ കുതിരപ്പുറത്ത് വരിക എന്ന് പറയുന്നത്. കുതിരകളെയും അതിൻ്റെ കൺട്രോളേഴ്സിനെയും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കുതിരകളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അവർ ഞങ്ങളെ വീഴ്ത്താതെ ഇവിടം വരെ എത്തിച്ചു. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ വ്യൂ പോയിൻ്റ് വാട്ടർഫാൾ. ആദ്യത്തേത് പെഹൽഗാം വാലി ആയിരുന്നു. രണ്ടാമത്തെ ഞാൻ എന്തോ പറഞ്ഞത് നിങ്ങളടുത്ത് നേരത്തെ, കന്നിമാരല്ല ആ അത് ഞാൻ പറഞ്ഞു കേട്ടോ ആ പേര്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2nd വ്യൂ പോയിന്റിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ കാണണേ. കേവച്ച് തുടങ്ങുന്ന ഒരു പേര് മറന്നു, കന്നിമാകുന്നു അങ്ങനെ എന്തോ ആണേ. അപ്പോൾ ഇതിപ്പോൾ വാട്ടർഫാൾ. പിന്നെ നമ്മൾ ഇനിയും കുതിരയിൽ പുറത്ത് കയറി മുകളിലോട്ടുള്ള യാത്രയാണ്. ഈ കല്ലും മഞ്ഞും പിന്നെ നല്ല ഈ കുതിര ചവിട്ടി ചെളിയും ഉണ്ടോ. പിന്നെ മുകളിലോട്ട് പോകണം. ടൂറിസ്റ്റുകൾ ധാരാളം പേരുണ്ട്. എന്നാലും വല്ലാത്ത തിരക്കൊന്നുമില്ല കേട്ടോ. ഈ കുതിരകൾ വെൽ ട്രെയിൻഡ് കുതിരകൾ. നമുക്ക് മുകളിലോട്ട് കയറണം. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ പോയിന്റിലെത്തി. കാശ്മീർ വാലി എന്നാണ് ഈ പോയിന്റിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അതിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, കാശ്മീരിൽ വന്ന മുതൽക്ക് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാശ്മീർ വാലി കുതിരയുടെ മുകളിലിരുന്ന് തുള്ളി ഇങ്ങനെ മലയിലൂടെ കയറി ഇവിടെ എത്തി. കുതിരപ്പുറത്തുള്ള യാത്രയാണ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കാശ്മീർ വാലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ താഴെ ഈ കുതിരക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു 8,000-നാണ് ഉറപ്പിച്ചത്. അപ്പോഴാണ് നമുക്ക് ഇത്രയും പോയിൻറ്റ്സ്, ഇനിയുണ്ട് മുകളിൽ പോയിന്റുകളുണ്ട് കാണാൻ. 7 പോയിൻറ്റ്സ് ആണ്. നമ്മളിപ്പോൾ 4 പോയിൻറ്റ്സേ കണ്ടിട്ടുള്ളൂ. ഇത് 4th പോയിന്റ്. ഇപ്പോൾ കാശ്മീരിൽ നമുക്ക് അതാണ് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. നമുക്കിങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സിലൊക്കെ വരണമെങ്കിൽ കാശ് കുറച്ച് നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും അതും ഒരു വർഷം കുറച്ച് കാശ് മിച്ചം യാത്രയ്ക്ക് വേണ്ടി തന്നെ അങ്ങനെ ഞങ്ങൾ മാറ്റി വെച്ചാണ് ഓരോ വർഷവും ഇതുപോലെ ദൂരയാത്രകൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്രകൾ നടത്താൻ താല്പര്യമുള്ളവർ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, യാത്രയ്ക്ക് വേണ്ടി കാശ് കുറച്ചൊക്കെ മാറ്റി വയ്ക്കാൻ മനസ്സുള്ളവർ, അവർക്ക് പറ്റിയ സ്ഥലമാണ് കാശ്മീർ. 2 സമയങ്ങളിലായിട്ട് വരാം. ഞാൻ നേരത്തെയും പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞാണ്. മഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി, അത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഡിസംബറിലൊക്കെ പക്ഷേ ഭയങ്കര മഞ്ഞായിരിക്കും. അപ്പോഴും ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ സമയങ്ങളിൽ നമുക്ക് നല്ല പച്ചപ്പോടുകൂടെ
സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഞങ്ങൾ കുതിരയിൽ ഇവിടെ വന്ന് ഇറങ്ങി. പ്രാവശ്യത്തെ വരവിൽ ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ കുതിര ടൈഗർ ചെളിയിലൊന്നും അവൻ്റെ കാലൊന്നും മടങ്ങിപ്പോയി. എൻ്റെ തല വഴി ചെളി തെറിച്ചു. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങൾ മിനി സ്വിറ്റ്സർലാൻഡിനുള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, മിനി സ്വിറ്റ്സർലാൻഡിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ സ്വിറ്റ്സർലാൻഡ് ഇതിനേക്കാളും ഭംഗിയായിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. പോയാലേ അറിയാവൂ. അത്രത്തോളം ഭംഗി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുവാണ്. ഒരു മരം നിൽക്കുന്ന തന്നെ ഉണ്ടോ. സമ്മർ സീസണിൽ ഇവിടെ അത്രയും ചെടികളും പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കും. എന്തായാലും അത് വന്ന് കാണണം എന്ന് വിചാരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ സാധിച്ച് തരുമായിരിക്കും. വന്ന് കാണണം കൂട്ടരെ, അത്രയ്ക്കും ഭംഗിയാണ്. പറ്റുന്നവരൊക്കെ വരണം കേട്ടോ. ഇപ്പൊ ഞങ്ങളിങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡില് 3 മണി അടുക്കാറായി. അടുപ്പിച്ച അഭിമാനമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങള് മിനി സ്വിറ്റ്സർലാൻഡ് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. അതിൻ്റെ പേര് ആലു പറാട്ട കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ പുറത്ത് കയറി ഇറങ്ങാൻ പോവാണ്. അല്ല, കയറി വന്ന വഴിയെ തിരിച്ചു പോകാൻ പോവാം. ഓക്കെ, അപ്പോൾ കയറട്ടെ. എൻ്റെ ടൈഗർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുതിരകളൊക്കെ വെയിറ്റ് ചെയ്യാണ്. ടൂറിസ്റ്റുകൾ തിരിച്ച് ഇറക്കാനുള്ള കുതിരകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതാ കണ്ടോ, മിനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരിച്ച് പോക്ക്. കുതിരകളൊക്കെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കുതിര എവിടെ? ഞങ്ങളുടെ കുതിര ഇതാ വരുന്നുണ്ട്. ഇവിടെ ടൈഗർ. അതാ വരിക. കയറാൻ പോവാണേ. ദേവുടെ കുതിരയിൽ കയറുകയാണ്. ഞാൻ കയറാൻ പോവാണ്. എൻ്റെ ടൈഗർ നിൽപ്പുണ്ട്. ऐसे टाटा कर रहे होते हैं बुझी. ടൈഗർ എന്നെ തള്ളിയിടാതെ തിരിച്ചു കൊണ്ടുവന്നു. ടൈഗർ കുതിര നല്ല യാത്രയായിരുന്നു. കണ്ണി കുത്താതെ. ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആണ് പുൽവാമ അറ്റാക്ക് നടന്ന സ്ഥലം. ഓർക്കുന്നുണ്ടോ? മിലിറ്ററി വണ്ടികൾ കോൺവേ ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് അതിവിടെ വെച്ചാണ്. പുൽവാമ അറ്റാക്ക് അത് ഈ സ്ഥലമാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ കണ്ടോ ആ ലൈറ്റ്? ഇത് മിലിറ്ററി ക്യാമ്പാണ്. കാണാവോ? ഏറ്റവും കാശ്മീരിലെ ഏറ്റവും വലിയ ആർമി ക്യാമ്പാണ് അത്. ഇതാണ് ഇപ്പൊ ഞങ്ങള് പെഹൽഗാമിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. ഇപ്പോൾ ടെമ്പറേച്ചർ മൊബൈലിൽ നോക്കുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അത്രയും നല്ല തണുപ്പുണ്ട്. വണ്ടിക്കകത്ത് ഹീറ്റർ ഇട്ട് പോകുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാതെ പോവാണ്. ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ യാത്ര
അഡ്വഞ്ചറസ് ജേർണി ആയിരുന്നു എന്ന് പറയാം. അഡ്വഞ്ചറസ് എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കുതിരപ്പുറത്ത് അത്തരത്തിലുള്ള വഴികളിലൂടെ കയറിയതും ഇറങ്ങിയതും. പക്ഷേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർ വരുത്തിയില്ല. വളരെയധികം കെയറിങ് ആയിരുന്നു. കുതിരയും കുതിരക്കാരും കേട്ടോ, വളരെ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഹോട്ടലിലെത്തുന്നതോടുകൂടെ അവസാനിക്കുകയാണ്.